ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരയേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. നാരായണീയ പഠനത്തിൽ കഴിഞ്ഞ പാഠങ്ങളിലൂടെ ഒന്നാം ദശകത്തിലെ 1, 2, 3 ശ്ലോകങ്ങളാണ് പഠിച്ചത്. മൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടി ഒടുവിലായിട്ട് മനസ്സിലാക്കിയത് ശരിയായില്ല എന്ന് തോന്നുന്നത് കൊണ്ട് 3, 4, 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ഒന്നും രണ്ടും ശ്ലോകങ്ങളിൽ വർണ്ണിച്ചതിന്റെ തുടർച്ചയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സംശയം ഉണ്ടാകുന്നത്. ആ സത്വത്തിൽ നിന്ന്, ആ കാണാൻ സാധിക്കുന്നതായ വക്ഷ്യമാണമായ സത്വത്തിൽ നിന്ന് അന്യങ്ങളായവയോട്, അതായത് സത്വം കഴിഞ്ഞാൽ രജസ്, തമസ്, അവയോടുകൂടി സമ്പർക്കം, കൂടിച്ചേരൽ ഇല്ലായ്കയാൽ ശുദ്ധമായ യാതൊരു സത്വഗുണമുണ്ടോ അതുകൊണ്ടു തന്നെ ഉണ്ടായ പഞ്ചഭൂതങ്ങളുണ്ട്. ആ പഞ്ചഭൂതങ്ങൾ, അതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമാക്കിയതാണ്. അങ്ങനെയുള്ള അങ്ങയുടെ ശരീരം പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും പഞ്ചഭൂതങ്ങളെ കൊണ്ടും ആകുന്നു എന്ന് വ്യാസഭഗവാൻ പലവരു വ്യക്തമായിട്ട് പറഞ്ഞതായിട്ട് കേൾക്കുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ നൈർമല്യം ഹേതുവായിട്ടും യാതൊരു ശരീരം മറവില്ലാതെ ഉത്കൃഷ്ടമായ സുഖമായും പ്രകാശമായും ഉള്ളിൽ നന്നായിട്ട് വിളങ്ങുന്ന രൂപമുള്ളതാകുന്നുവോ, കേൾപ്പാനും സ്മരിക്കാനും രസം തോന്നിക്കുന്നതും സുഖേന ഗ്രഹിക്കാവുന്നതുമായ അങ്ങയുടെ ആ വിഗ്രഹത്തിൽ
വപുസ്സിങ്കൽ ഭാഗ്യശാലികളായ ജനങ്ങൾ രമിച്ചുകൊണ്ടിരിക്കുന്നു. മറവില്ലാത്തതും ഉത്കൃഷ്ടവുമായ സുഖവും പ്രകാശവും നിറഞ്ഞ് നിശേഷം വിളങ്ങുന്ന സ്വരൂപത്തോടു കൂടിയത് ആണ് അവിടുത്തെ ആ സ്വരൂപം. ശുദ്ധ സത്വാത്മകമാകുന്നു. അത് ചിദാനന്ദമയമാണ്. ശ്രവണ മനനങ്ങൾക്ക്, കേൾക്കുന്നവർക്കും മനനം ചെയ്യുന്നവർക്കും രുചികരമായ ആ ഭഗവത് സ്വരൂപത്തിങ്കിൽ രമിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ ശ്ലോകം സമർപ്പിച്ചത്. സത്വം യത്തൽപരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവദ്ഭൂതൈഃ ഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തൽസ്വച്ഛത്വാദ്യദാച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഇനി അടുത്ത ശ്ലോകം നാലാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. അതിലുള്ള പദങ്ങൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹു തദാത്മാ കസ്മൽനോ നിഷ്കളസ്ത്വം സകല ഇതി വച ത്വൽകലാസ്വേവ ഭൂമൻ. ഇനി ആ ശ്ലോകം ചൊല്ലുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹു തദാത്മാ കസ്മന്നോ നിഷ്കളസ്ത്വം സകല ഇതി വച ത്വൽകലാസ്വേവ ഭൂമൻ. നിഷ്കമ്പേ അനക്കമില്ലാത്തതും നിത്യപൂർണേ എന്നും നിറഞ്ഞതും പൂർണമായിട്ടുള്ളതും നിരവധി പരമാനന്ദ പീയൂഷരൂപേ അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന അമൃതം തന്നെ സ്വരൂപമായതും നിർലീനാനേകമുക്താവലി സുഭഗതമേ കണക്കറ്റ മുക്താവലി ഇതിൽ ലയിച്ചിട്ടുള്ളതിനാൽ അത്യന്തം സ്പൃഹണീയവുമായ ഇവിടെ മുക്താവലി എന്നതിന് മുത്തുമണികളുടെ കൂട്ടം എന്നും അർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് മുക്തന്മാരുടെ ആവലി കൂട്ടം, മുക്തന്മാര് അതായത് മോക്ഷം നേടിയിട്ടുള്ളവര്, ഭഗവാനെ കണ്ടിട്ട് അനുഭവിച്ചിട്ട്, അതാണ് മുക്തന്മാരുടെ കൂട്ടം
അതിനു പുറമെ മുത്തുമണികളുടെ കൂട്ടം എന്നും വ്യാഖ്യാനിക്കാം. നിർമ്മല ബ്രഹ്മസിന്ധൗ ശുദ്ധസത്വാത്മകമായ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ കല്ലോലോല്ലാസതുല്യം തിരയടിക്ക് തുല്യമാണ് വിമലതരം സത്വം, അത്യന്തശുദ്ധമായ സത്വഗുണം എന്ന് ആഹു ഖലു അറിവുള്ളവർ പറയുന്നുവല്ലോ. തദാത്മാത്വം കസ്മൽ നോ നിഷ്കള, താദൃശ സത്വസ്വരൂപനായ, അതുപോലെയുള്ള സത്വസ്വരൂപനായ അവിടുന്ന് എന്തു കാരണത്താൽ നിഷ്കളനാകുന്നില്ല? നിഷ്കളൻ തന്നെയാണ് അവിടുന്ന്. ഭൂമൻ എല്ലായിടത്തും നിറഞ്ഞവനെ, സകളഹ ഇതിവജ ത്വൽകലാസു ഏവ, സകളൻ എന്ന ചൊല്ല് അവിടുത്തെ കലകളിൽ, കലകളെ വിഷയമാക്കിക്കൊണ്ട് ആകുന്നു. സകളൻ എന്ന ചൊല്ല് സകലൻ, അതായത് കലകളോടുകൂടിയവൻ, കലാസു ഏവ എന്ന് ഇവിടെ പറയുന്നു. കലകള് ത്രിമൂർത്തികളും മറ്റവതാരങ്ങളും, തൽപരാഭ്യം അപരികലനത തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളിലൂടെ വിവരിക്കുകയാണ് അവിടുത്തെ സ്വരൂപം. ചുരുക്കി പറയുമ്പോൾ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ അവതാര വർണ്ണനകളില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം, പൂർണ്ണ പുണ്യാവതാരം എന്ന് അടുത്തതായിട്ട് പിന്നീട് ഉറപ്പിക്കുകയും ചെയ്യും. ഇതാണ് 4-ാമത്തെ ശ്ലോകത്തിന്റെ താല്പര്യം. 3-ാമത്തതിന്റെ തുടർച്ചയായിട്ടാണ്, അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് പറയേണ്ടതായിട്ട് വരുന്നത്. അപ്പോഴ് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം, ഷഡ്ഭാവ വികാരങ്ങൾക്ക് അതീതമായിട്ട് ജനിക്കുക, വളരുക, ഇങ്ങനെയൊക്കെയുള്ള ഷഡ്ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അതീതമായിട്ട് അഖണ്ഡമായി കാലദേശാശ്രയങ്ങളാൽ പരിച്ഛേദിക്കാനാവാത്ത ബ്രഹ്മാനന്ദത്തെ ധാരാളം മുക്തന്മാര് എല്ലായ്പ്പോഴും അനുഭവിക്കുന്നത് നിമിത്തം അന്യജനങ്ങൾക്കും മോക്ഷേച്ഛയെ ജനിപ്പിക്കുന്നതിനായിട്ട് മായാബന്ധമില്ലാത്തതിനാൽ അത്യഗാധമായി വർഷകാലത്തും വേനൽക്കാലത്തും അളവറ്റ ജലത്താൽ നിറഞ്ഞ് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അമൃതിന്റെ ഉൽപ്പത്തിസ്ഥാനമായി മുങ്ങിക്കിടക്കുന്ന അനേകം മുത്തുകളെ കൊണ്ട് ശോഭിക്കുന്ന അതിനിർമ്മലമായ ആ ബ്രഹ്മ സമുദ്രത്തിൽ അതിൽ നിന്നും ഭിന്നമല്ലാത്ത അത്യന്തം പരിശുദ്ധമാകുന്ന സത്വഗുണമാകുന്ന തിരമാലകൾ ശോഭിക്കുന്നു. വളരെ ഗഹനമായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. വേണ്ടവര് അതുകൂടി ശ്രദ്ധിക്കുക. അല്ലയോ പരിപൂർണനായ ഭഗവാനെ, അങ്ങ് എന്തുകൊണ്ട് നിഷ്കളനായി ഭവിക്കുന്നില്ല? അങ്ങ് തീർച്ചയായും നിഷ്കളൻ, പരിപൂർണൻ എന്നർത്ഥം. നിഷ്കളൻ എന്ന് പറഞ്ഞാൽ പരിപൂർണൻ, പൂർണ്ണ അവതാരമാണ്. സകളൻ എന്ന കീർത്തി അങ്ങയുടെ അംശാവതാരങ്ങളുടേതാകുന്നു. അതായത് ഭഗവാൻ പൂർണ്ണാവതാരമാണ് എന്ന് നിഷ്കളൻ എന്ന ആ വാക്കിലൂടെ ബോധ്യപ്പെടുത്തുന്നു. സകളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലകളോട് കൂടിയിട്ട്, അതായത് പൂർണ്ണമായിട്ടുള്ള കലകളിലേക്ക് എത്താതെ ഷോഡശ കലകളുണ്ട്, 16 കലകളുണ്ട്. ആ കലകൾ പൂർണ്ണമാകാതിരിക്കുമ്പോഴാണ് അംശാവതാരങ്ങളായിട്ട് പറയുന്നത്. ഇത് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലൂടെ വിവരിക്കുന്നതാണ്. അത് നമുക്ക് ഭാഗവതത്തിലൂടെ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് ഈ 4-ാം ശ്ലോകം വേണ്ടതുപോലെ ചൊല്ലി പഠിക്കാം. നിഷ്കമ്പേ നിത്യപൂർണേ
നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹു തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വച ത്വൽകലാസ്വേവ ഭൂമൻ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹു തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വച ത്വൽകലാസ്വേവ ഭൂമൻ. ഇതോടുകൂടി 4-ാം ശ്ലോകം പഠിച്ച് സമർപ്പിക്കാം. ഇനി 5-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം 5. ആദ്യമായിട്ട് ഒന്ന് ശ്ലോകം ചൊല്ലാം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യൽക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാഹ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. പദങ്ങൾ ശ്രദ്ധിക്കാം. അജ്ജ അന്വയക്രമത്തിൽ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ആ പദങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. നിർവ്യാപാര അപി നിർവ്യാപാരോപി. നിർവ്യാപാര കൂട്ടണം അപി നിർവ്യാപാരോപി. നിഷ്കാരണം അജ നിഷ്കാരണമജ. ഭജസേ യൽ ക്രിയാമീക്ഷണാഖ്യാം. യൽ ക്രിയാം ഈക്ഷണാഖ്യാം. തേന ഏവ തേനൈവ തേന തേനൈവോദേതി തേനൈവ ഉദേതി. തേന ഏവ ഉദേതി തേനൈവോദേതി. ആ 3 പദങ്ങളും ശ്രദ്ധിക്കുക. തേന ഏവ ഉദേതി. അത് 3ഉം ചേർന്നിട്ടാണ് തേനൈവോദേതി. ലീനാ പ്രകൃതി അസതി. പ്രകൃതി അസതി കൽപ്പാപി. ശ്രദ്ധിക്കണം, പ്രകൃതി രസതി എന്നല്ല ചൊല്ലേണ്ടത്. പ്രകൃതി അസതി കൽപ്പാപി കൽപ്പാദികാലേ. പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാഹ സംശുദ്ധമംശം സംശുദ്ധമംശം സംശുദ്ധം അംശം സംശുദ്ധമംശം
കമപി കം അപി കമപി തസ്യാഹ സംശുദ്ധമംശം കമപി കമപി തമതിരോധായകം തമതിരോധായകം തം അതിരോധായകം തം അതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. അജ അല്ലയോ അജ സംബോധനയാണ്. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പറയുന്നില്ലേ അല്ലയോ എന്ന് പറഞ്ഞ്, അതുപോലെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹേ അജ എന്നാണ് സംബോധന. അല്ലയോ അജ. ത്വം നിർവ്യാപാര അപി അങ്ങ് സ്വതവേ സാധാരണഗതിയിൽ ഒരു ചേഷ്ടയുമില്ലാത്തവനാകുന്നു. എങ്കിലും നിർവ്യാപാര അപി ചേഷ്ടയുമില്ലാത്തവനാണ് എങ്കിലും, ഒരു വ്യാപാരവും ചെയ്യാത്തവനാണ് എങ്കിലും എന്നർത്ഥം. നിഷ്കാരണം ഒരു കാരണവും കൂടാതെ, വ്യക്തമായ ഒരു കാരണവും കൂടാതെ, ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേയൽ ഈക്ഷണം എന്ന ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നതു യാതൊന്നോ തേനയേവ അതിനാൽ തന്നെയാണ് അസതികൽപ്പാ അപിലീന പ്രകൃതി ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി മായ കൽപ്പാദികാലേ ഉദേതി കൽപ്പത്തിന്റെ തുടക്കത്തിൽ ഉദേതി ഉയർത്തെഴുന്നേൽക്കുന്നത് സ്വമഹിമ വിഭവാകുണ്ഠ തന്റെ തികഞ്ഞ മഹിമാവിനാൽ മഹത്വത്തിനാൽ തനിക്ക് അപാരമായ ഒരു മഹിമാവുള്ളതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനെ വൈകുണ്ഠവാസിയായ ശ്രീ മഹാവിഷ്ണു സത്വം അങ്ങ് നിർവ്യാപാരനായ അവിടുന്ന് തസ്യാഹ അതിരോധായകം ആ പ്രകൃതി ആ മായ ആ പ്രകൃതിയുടെ മായയുടെ ഒന്നിനെയും സംശുദ്ധം സത്വരൂപം കമപി തസ്യാഹ അതിരോധായകം സംശുദ്ധം സത്വരൂപം കമപി ആ പ്രകൃതി മായയുടെ ആ പ്രകൃതിയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും അംശം ധൃത്വാ സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈക്കൊണ്ട് രൂപം ദധാസി രൂപത്തെ ധരിക്കുന്നു സകളനായിത്തീരുന്നു. കലകളോടുകൂടിയിട്ട് പരിപൂർണമായ കളകളോടുകൂടിയിട്ട് ശോഭിക്കുന്ന കലകളോടുകൂടി ശോഭിക്കുന്ന ഭഗവാൻ സകളനായിട്ട് തീരുന്നു. ഇനി ഈ ശ്ലോകത്തിന്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കി. ഒരിക്കൽ കൂടി അതിന്റെ താല്പര്യം ഒരുമിച്ച് മനസ്സിലാക്കാം. അല്ലയോ അജ്ജ, അങ്ങ് സ്വതവേ സാധാരണഗതിയിൽ ഒരു ചേഷ്ടയുമില്ലാത്തവനാകുന്നു എങ്കിലും വ്യക്തമായ ഒരു കാരണവും കൂടാതെ ഈക്ഷണം എന്ന ഒരു ചേഷ്ടയെ, കടാക്ഷം എന്ന ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നത് യാതൊന്നോ അതിനാൽ തന്നെയാണ് ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി അല്ലെങ്കിൽ ആ മായ കൽപ്പത്തിന്റെ തുടക്കത്തിൽ ഉയർന്നെഴുന്നേൽക്കുന്നത്. തന്റെ തികഞ്ഞ മഹത്വത്തിൽ അല്ലെങ്കിൽ തനിക്ക് അപാരമായ ഒരു മഹിമാവ് ഉള്ളതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനെ വൈകുണ്ഠവാസിയായ ഹേ വിഷ്ണു, ശ്രീ മഹാവിഷ്ണു, അങ്ങ് നിർവ്യാപാരനായ അവിടുന്ന് ആ പ്രകൃതിയുടെ
ഒന്നിനെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈക്കൊണ്ട് രൂപത്തെ ധരിക്കുന്നു, പരിപൂർണ അവതാരമായിട്ട് പരിലസിക്കുന്നു ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അല്ലയോ അജനായ ഭഗവാനെ, അങ്ങ് യാതൊരു വ്യാപാരവും കൂടാത്തവനാണെങ്കിലും വീക്ഷണാഖ്യയായ ക്രിയയെ യാതൊരു കാരണവും കൂടാതെ ചെയ്യുന്നു. അതായത് ഒരു കാരണമില്ലെങ്കിലും അവിടുന്ന് ആ കടാക്ഷം ചെയ്യുന്നു, കാരുണ്യ കടാക്ഷം. ആ കടാക്ഷം കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ആണ് അങ്ങയുടെ വീക്ഷണം. അങ്ങയുടെ ഒരു കടാക്ഷമുണ്ടായാൽ അത് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെയാണ്. അങ്ങയിൽ ലയിച്ചു ചേർന്ന് മിക്കവാറും ഇല്ലായ്മയെ പ്രാപിച്ച മായയെ ബ്രഹ്മാവുണ്ടാക്കുന്ന ആദ്യ ദിവസത്തിൽ പ്രകാശിപ്പിക്കുന്നു. ആദ്യം തന്നെ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ മായയെ പ്രകാശിപ്പിക്കുന്നു. അങ്ങാണ് മായയെ ഉണ്ടാക്കുന്നത്. അല്ലയോ വൈകുണ്ഠവാസിയായ ഭഗവാനെ, അങ്ങയുടെ യോഗ ഐശ്വര്യ വൈഭവത്താൽ തടസ്സമില്ലാത്ത ശക്തിയോടുകൂടിയിരിക്കുന്ന അങ്ങ് ഒന്നിനെയും മറയ്ക്കാത്തതും പരിശുദ്ധമായ സത്വഗുണരൂപമായ മായയുടെ ഒരംശത്തെ സ്വീകരിച്ചിട്ട് ലീലാവിഗ്രഹത്തെ സ്വീകരിച്ചിരിക്കുന്നവനാണ് ഭഗവാനെ എന്ന് പറഞ്ഞു തരുന്നു. ഈ ശ്ലോകം നമുക്ക് വീണ്ടും ചൊല്ലി കേട്ട് പഠിക്കാം. നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേയൽ ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീലാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാഹ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഒരിക്കൽ കൂടി ചൊല്ലാം. നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേയൽ ക്രിയാമീക്ഷണാഖ്യം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാഹ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഈ ശ്ലോകങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി പഠിക്കുക. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരിഃ ഓം തത്സൽ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.